പാലക്കാട് നെന്മാറയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്താമരാക്ഷൻ എന്ന ചെന്താമരയെ പിടിച്ച് അകത്താക്കുന്നതിന് മുന്നേ നെന്മാറയിലെ പോലീസുകാരെ ഒന്നൊഴിയാതെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയോ പിടിച്ച് തുറുങ്കിലടയ്ക്കുകയോ വേണം. കോടതി അലക്ഷ്യം കാണിച്ച്, കോടതി നിർദ്ദേശം മാനിക്കാതെ നെന്മാറ പഞ്ചായത്തിനുള്ളിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശം നൽകി ജാമ്യ വ്യവസ്ഥയിൽ അങ്ങനെ എഴുതി വെച്ച് പുറത്തുവിട്ട പ്രതിയെ, ഒന്നാം കൊലക്കേസിൽ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് വിചാരണ തുടങ്ങാനിരിക്കെ അങ്ങനെ ഒരു ജാമ്യ വ്യവസ്ഥയിൽ പുറത്തുവിട്ട പ്രതിയെ ആ നെന്മാറ പഞ്ചായത്തിൽ അയാൾ ഭീതി പടർത്തുന്നു, ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെയും മകളെയും ഭീഷണിപ്പെടുത്തുന്നു എന്ന് പരാതി കിട്ടിയിട്ടും അനങ്ങാപ്പാറ നയം കാണിച്ച നെന്മാറയിലെ പോലീസുകാരെ കോടതിയുടെ നിർദ്ദേശം, കോടതിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു പ്രതിയെന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് കുഴലൂത്ത് നടത്തിയ നെന്മാറയിലെ പോലീസുകാരെ ഒന്നൊഴിയാതെ ആ സ്ഥലത്ത് നിന്ന് കഴുത്തിനു കുത്തിപ്പിടിച്ച് പുറത്താക്കുകയാണ് ആദ്യം വേണ്ടത് പിണറായി സർക്കാർ. അതിനുശേഷം ഒളിവിൽ പോയ ഇരട്ടക്കൊലക്കേസിലെ ചെന്താമരയെ പിടികൂടിയാൽ മതിയാകും. 2019 ഇയാൾക്ക് ചെന്താമരാക്ഷന് ഭാര്യയും കുടുംബവുമൊക്കെ ഉണ്ടായിരുന്നു. ഇയാളുടെ ദുർനടപ്പ് കാരണം ഭാര്യയും മകളും പിണങ്ങിപ്പോയി. സ്വാഭാവികമായും സൈക്കോകൾക്ക് തോന്നും ഇയാളുടെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽപക്കത്തെ കുടുംബമായിരിക്കാം, അയൽപക്കത്തെ സ്ത്രീയും കുടുംബവുമൊക്കെ എന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് കാരണമാണ് ഇയാളുടെ ഭാര്യയും മകളും പിണങ്ങിപ്പോയത് എന്നൊരു ധാരണ വച്ചിട്ടാണ് ഇയാൾ 2019 സജിത എന്ന മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ആ പാവം വീട്ടമ്മയെ വെട്ടിക്കൊന്നത്. അതിനെ തുടർന്നാണ് ചെന്താമരാക്ഷനെ പോലീസ് പിടികൂടി ജയിലിലടച്ചത്. ഇക്കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഇയാൾ ജാമ്യ വ്യവസ്ഥയിൽ പുറത്തിറങ്ങി. കടുത്ത ഉപാധികളോടെ നെന്മാറ പഞ്ചായത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല, വിചാരണ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇയാൾ ഒളിവില്ല, പാത്തും പതുങ്ങിയും ഇയാൾ സ്വന്തം വീട്ടിലെത്തി. സ്വന്തം വീടെന്ന് പറയുമ്പോൾ കൊല്ലപ്പെട്ട സജിതയുടെ വീടിൻ്റെ നേരെ എതിർവശത്തെ വീട്. അവിടെ ഒളിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അതുപോലെ തന്നെ അവരുടെ മകൾ അഖിലയെയും ഒക്കെ നിരന്തരം ഭീഷണിപ്പെടുത്തി, കാണിച്ചു തരാം, ഞാൻ പ്രതികാരം ചെയ്യും. ഇതിൽ ഭയം പൂണ്ട് ഇവർ അച്ഛനും മകളും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. ആ പ്രതി അവിടെ ഒളിച്ചിരിപ്പുണ്ട്, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ജീവന് ഭയമുണ്ട്, എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. പോലീസുകാരുടനെ ഇവനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജാമ്യവ്യവസ്ഥകളെക്കുറിച്ച് ചോദിച്ചു. ഈ ജാമ്യവ്യവസ്ഥകൾ പോലീസിന് അറിവുള്ളതാണല്ലോ, ഉടനെ പിടിച്ചകത്താക്കണ്ടേ? IPC 2006 ഭേദഗതി അനുസരിച്ച് ജാമ്യത്തിലിറങ്ങിയ ശേഷം ജാമ്യവ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ പോലീസിനെ പിടിച്ചകത്താക്കാം, കോടതിയെ അറിയിക്കാം, ജാമ്യം റദ്ദാക്കാം. ഇനി ഭാരതീയ പുതിയ നാഗരിക നിയമമനുസരിച്ച് BNC അനുസരിച്ച് 232 വകുപ്പ് അനുസരിച്ച് പോലീസിന് സ്വമേധയാ കേസെടുക്കാം, ജാമ്യം റദ്ദാക്കാം, ജയിലിലടയ്ക്കാം. ഈ വ്യവസ്ഥകളൊക്കെ പോലീസിന് അറിയില്ലേ? പോലീസ് അവൻ സ്റ്റേഷനകത്ത് കയറാൻ പോലും കൂട്ടാക്കിയില്ല. പോലീസ് വിളിച്ചപ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്തു നിന്ന് സംസാരിച്ചു, പോലീസ് സ്റ്റേഷനകത്ത് കയറാൻ പോലും കൂട്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ നെന്മാറയിലെ പോലീസുകാരന്മാർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ഒരു കൊലക്കേസിലെ പ്രതി അവനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ സ്റ്റേഷന് പുറത്തു നിന്ന് സൊറ പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് പതിയിരുന്ന് കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക് വീടിന് പുറത്തേക്ക് പോയ സുധാകരൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ ഇയാൾ എന്ത് ചെയ്തു? വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ട് ഈ നിലവിളി കേട്ട് പുറത്തു വന്ന ലക്ഷ്മി എന്ന 77 വയസ്സുള്ള സ്ത്രീയെ, അതായത് സജിതയുടെ അമ്മയെ, അവരെയും ഈ സൈക്കോ കില്ലർ എന്ത് ചെയ്തു? അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇരുവരെയും നാട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ വെച്ച് 2 പേരും മരണപ്പെടുന്നു. ഇതിനിടയിൽ ഈ കൊലയാളി രക്ഷപ്പെടുന്നു. ആലോചിച്ച് നോക്കുക, എന്ത് ദാരുണമായ സംഭവമാണ് പാലക്കാട് നിന്ന് പുറത്തു വരുന്നത്. ബ്രൂവറി വിവാദത്തെക്കാൾ വളരെ കൊടുമ്പിരി കൊള്ളുന്ന സംഭവം. പാലക്കാട് കൊടും ചൂടാണ്. ആ ചൂടിനേക്കാൾ ചുട്ടുപൊള്ളുന്ന വാർത്തയാണ്. പോലീസുകാരുടെ നിരുത്തരവാദത്തിൻ്റെ വാർത്തയാണ്. പോലീസുകാരുടെ നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ വാർത്തയാണ്. ഇയാളെക്കുറിച്ച് പരാതി ലഭിച്ച അന്ന് തന്നെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ഇരട്ട കൊലപാതകം അവിടെ നടക്കില്ലായിരുന്നു. അഖില എന്ന പെൺകുട്ടി അനാഥ ആകില്ലായിരുന്നു. ഇവിടെ ചെയ്യേണ്ടത്, ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്തുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചെന്താമരയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയല്ല, നെന്മാറയിൽ അനാസ്ഥ കാണിച്ച, ജാമ്യ വ്യവസ്ഥ ലംഘിക്കാൻ പ്രതിക്ക് കൂട്ടുനിന്ന നെന്മാറയിലെ പോലീസുകാരെ ഒന്നൊഴിയാതെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്നതാണ്.